തമ്പ്രാനെ 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 എന്തോ തമ്പ്രാനെ പ്രശ്നം തമ്പ്രാനെ തമ്പ്രാനെ എന്താണ് എന്താണ് നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ കാര്യം? കള്ളനെ ഏത് കള്ളൻ? എവിടെ ഞങ്ങളും വരുന്നത് എന്തിനാ ചങ്കര നീ എന്നെ കള്ളനാക്കിയത്? ഞാൻ കൊയ്തിട്ട് തേങ്ങ നീ എന്തിനെടുക്കാൻ നിന്നേ? ഞാൻ ആ വഴിന്ന് മാറ്റിയിട്ടതല്ലേ. നിനക്കേ നിന്റെ പാട്ടിന് പോയ പോരെ, എന്റെ വെള്ളം കൂടി മുട്ടിക്കണോ? ആ തമ്പ്രാനിപ്പോ വരും, അനുഭവിച്ചോ. ഉടുരാജമുഖി മൃഗരാജഘടി ഗജരാജ വിരാജിത മന്ദഗതി നയനങ്ങളിലെ കിട്ടി അമ്പ്ര കിട്ടി. എന്ത് കിട്ടിന്നാ ചേക്കുട്ടി പറയണത്? ഇത്ര നാള് നമ്മളെ തേങ്ങ കട്ടാളം ചാത്തനെ പിടിച്ചു കിട്ടി അമ്പ്ര. ഇന്നാട്ടിലെ പേര് കേട്ട കള്ളൻ ചങ്ങരനല്ലേ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ. ആ നടക്ക്. ചിതപ്പണെ തമ്പ്രാന് മുന്നിൽ മാറു മറച്ചു നിൽക്കുന്ന അവളുടെ ഒരു നാണം. ഇനി പറഞ്ഞോ. തമ്പ്രാനെ, എന്റെ ഓൻ തേങ്ങ കട്ടിട്ടില്ല. അടിയങ്ങളെ കള്ളനാക്കരുത്. തേങ്ങ കെട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പിടികൂടിയതാ. ഇക്കാര്യം നാലാൾ അറിയട്ടെ. ചാത്തൻ കള്ളനാ. ഓന്റെ പാട്ടിന് പോട്ടേന്ന്. നിന്നെ പൊന്നു പോലെ തമ്പ്രാൻ നോക്കൂലേന്ന്. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും മാരളിയ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും ചാത്തനാണേ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും മാരളിയ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും ചാത്തനാണേ. തേങ്ങ കട്ടതും മാങ്ങ കട്ടതും മടക്ക കട്ടതും മാരളിയ. തേങ്ങ കട്ടതും മാങ്ങ കട്ടതും മടക്ക കട്ടതും ചാത്തനാണേ. പടവരമ്പത്തെ ചില്ലപ്പെണ്ണിനെ വേളി കഴിച്ചതും മാരളിയ. പാടവരമ്പത്തെ ചെറുപ്പെണ്ണിനെ വേലി കഴിച്ചതും ചാത്തനാണേ. പുള്ളിച്ച് പയ്യന്റെ പാല് കറന്നിട്ട് കട്ട് കുടിച്ചതും മാരളിയ. കുടിച്ചതും ചാത്തനാണേ. പല്ലുണ്ടി പെണ്ണിനെ തോട് കടത്തുമ്പോ കയ്യിൽ പിടിച്ചതും മാരളിയ. പല്ലുണ്ടി പെണ്ണിനെ തോട് കടത്തുമ്പോ കയ്യിൽ പിടിച്ചതും ചാത്തനാണേ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും മാരളിയ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും ചാത്തനാണേ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും മാരളിയ. തേങ്ങ പറിച്ചതും മാങ്ങ പറിച്ചതും മടക്ക പറിച്ചതും ചാത്തനാണേ. സൂര്യൻ ഉദിച്ച് നെറുകൻ തലയിൽ എത്താറായി. നേരം വൈകിയോ? നീ നേരം വൈകിയോ ചോദിക്കാതെ ആ ചായ ഇങ്ങോട്ട് കൊണ്ടുവാ. നീ കഞ്ഞിയും കൊണ്ടേ പാടത്തേക്ക് പോരെ, ഞാൻ നടക്കട്ടെ. ചിരുതപ്പെണ്ണേ, തമ്പ്ര, എന്നെ ഒന്നും ചെയ്യല്ല. ചിരപ്പെണ്ണോ, പാവങ്ങളാണ്. ഞാൻ നോക്കിക്കോളില്ലോ നിന്റെ കാര്യങ്ങളൊക്കെ. കരച്ചിൽ പിടിച്ചിലുണ്ടാക്കി സമ്മതിക്കില്ല എന്ന് വെച്ചാ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരാ പുറത്ത്? തമ്പ്രാനോ? തമ്പ്രാൻ എന്താ ഇവിടെ? ഞാൻ പിന്നെ നമ്മുടെ ചാത്തനെ ഒന്ന് കാണാൻ വന്നതാ. ഓനെ കണ്ടൊരു പണി ഏൽപ്പിക്കാനുണ്ടേ. ചാത്തനിപ്പ അങ്ങ് പോയല്ലോ. ഓ, അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. നീ എന്താടാ ഇങ്ങനെ തിന്നേയില്ല തീറ്റിക്കയില്ല, മനുഷ്യന്റെ പിന്നാലെ
ചാത്ത നല്ല പണിയിലാണല്ലോ. ചാത്ത, എന്താ മുഖത്തൊരു വാട്ടം? അടിയനൊന്നുമില്ല തമ്പ്ര. നീ എന്താണ് അവിടെ നോക്കിയിരിക്കുന്നത്? നടക്ക്. ചാത്തന്റെ വാഴയ്ക്കും മണിനൊക്കെ നല്ല വളക്കൂറുണ്ടല്ലോ. ചില്ലപ്പെണ്ണെ, ഈയിടെയായിട്ട് നിന്നെ തീരെ അങ്ങോട്ട് കാണുന്നില്ല. അടിയങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് തമ്പ്ര. ചില്ലപ്പെണ്ണിന് ഇടയ്ക്ക് ഇല്ലത്തേക്കൊക്കെ വന്നൂടെ? വരുന്നുണ്ട് തമ്പ്ര. ഞാൻ കാണുന്നില്ലല്ലോ. എടാ, പെണ്ണുങ്ങളായാലും ഇങ്ങനെ ഇരിക്കണം. നല്ല ചുറുചുറുക്കും തൻ്റെ ഇടവും കുറ്റികൾക്കുള്ള ശരീരം, വടക്കം പാടില്ല തുമ്പകർച്ചയെ പോലെ. വേണ്ട തമ്പ്ര, എന്നൊന്നും ചെയ്യില്ല തമ്പ്ര. വേണ്ട വേണ്ട തമ്പ്ര. വിട് തമ്പ്ര. രാവണി തമ്പ്രാനെ ഇവിടുത്തെ പെണ്ണുങ്ങളാരും എതിർക്കില്ല, അത് നിനക്കറിയാലോ. വേണ്ട തമ്പ്ര. വേണ്ട വേണ്ട, അവളെ ഒന്നും ചെയ്യില്ല തമ്പ്ര. ഞങ്ങളെ ഒന്നും ചെയ്യില്ല തമ്പ്ര. ഞങ്ങൾ എവിടെ പോയി ജീവിച്ചോളാം. അധിക പ്രസംഗം പറയുന്നു. ഇതെന്റെ മണ്ണ. ഇവിടെ എന്ത് വിളഞ്ഞാലും രാമുണ്ണി തമ്പരാൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടം കഴിച്ചാൽ മതി എല്ലാവരും. നടക്കണ. എന്താടോ മഴക്കാലത്ത് അന്നം കിട്ടാത്ത പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നത്? ഞാൻ ആ ചാത്തന്റെ കാര്യം ആലോചിച്ച് ഇരുന്നു പോയതാ. കക്കാത്തോ കള്ളനായി, അതെന്നെ കാര്യം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ, നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളി രക്ഷപ്പെടുന്നു. എന്ത് തോന്നിയാസം കാണിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ജീവിക്കാം. നേരെ മറിച്ച് പ്രതികരിക്കുന്നവനോ ഓൻ ഒറ്റപ്പെടും. ഇതൊക്കെയാ കള്ളൻ ചങ്കരന്റെ ആ ചേക്കുട്ടീനെ കുത്തിത്തിരിപ്പാ. നിങ്ങൾക്കറിയോ ചങ്ങരന്റെ ഭാര്യനെ കൊന്ന് ഉത്തരത്തിൽ കെട്ടി തൂക്കിയത് ആരാ? ചെയ്താലിക്കറിയോ? നമ്മളെ രാവണി തമ്പുരാ. ഇതൊക്കെയാ കള്ളൻ ചങ്കരൻ അറിയാവുന്ന കാര്യല്ലേ? പിന്നെ എന്തിനാ ആ ഹിമാർ തമ്പ്രാന്റെ അടുത്ത് ഇങ്ങനെ തറച്ചു കൊടുന്നോ എനിക്ക് മനസ്സിലാകത്ത്. ഓനിച്ചിരി കക്കണോ പള്ളറച്ച് തിന്നണോ, അല്ലാണ്ട് എന്ത്? എന്താടാ ഇത്? എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കണ്ട. ഈ നാട്ടിലെ മുതൽ മുഴുവൻ ചങ്കരന്റെ അല്ലേ? കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ചങ്കരനെ കുറിച്ച് ചിലതൊക്കെ കേട്ടു. സത്യാണോ? കാണാത്തതും കേൾക്കാത്തതും വിശ്വസിക്കരുത്. കണ്ണിൽ കണ്ടത് വിശ്വസിക്കാവൂ. ഈ കള്ളന് ഉമ്മർത്തൂടെ കക്കം കയറി പോരെ. കള്ളൻ എപ്പോഴും പിന്നാമ്പുറത്ത് കൂടെ പോകൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടും. ഈ പറഞ്ഞതാ സത്യം. സുശീല, അമ്പലത്തിലെ ആൽമരച്ചവിട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ? സത്യമായിട്ട് ഞാൻ നിന്നെ പറഞ്ഞു പറ്റിച്ചതല്ല. നിന്റെ ചേട്ടനെ പുറത്തേക്ക് പെണ്ണുങ്ങളുടെ വായു നോക്കാൻ വേണ്ടി പോയപ്പോഴേ 2 തേങ്ങ അടിച്ചു മാറ്റാമെന്ന് കരുതി വന്നതാ. ഏതായാലും ഒരു കല്യാണം ഉണ്ടാവില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചാലോ? ചെറിയ ചെറിയ കളവൊക്കെ നടത്തി ഞാൻ ഈ നാട്ടിലൊക്കെ ജീവിച്ചോളാം. അല്ലാണ്ട് തമ്പ്രാന്റെ കൈകൊണ്ട് എന്തിനാ എന്നെ കൊല്ലിക്കുന്നത്? സുശീലേ, നീ വയ്ക്കോ, കാണാ. ഇതാ പരിപാടിയില്ലേ. തമ്പ്രാനോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. തമ്പ്ര ആകെ വശപശകായെന്നാ തോന്നുന്നേ. ഇവിടുത്തെ കൊച്ചമ്പ്രാട്ടിയും ആ കള്ളൻ ചങ്കരും തമ്മിൽ എന്തോ ഇതുണ്ട്. നീ കണ്ട? ഞാൻ കണ്ടില്ല, എന്നാലും കണ്ട പോലെ ഒരു തോന്നല്. അപ്പൊ നീ കണ്ടിട്ടില്ല? കൊച്ചമ്പ്രാട്ടിന് നമുക്ക് വേളി കഴിച്ചു കൊടുത്താലെന്താ? ആ കാട്ടുകള്ളൻ ചങ്ങരണം. അവനല്ല, പിന്നെ മറ്റാർക്കെങ്കിലും. എടാ, ഈ സ്വത്തും സുഖമൊക്കെ കിട്ടാൻ വേണ്ടിയാ ഞാൻ എന്റെ അച്ഛൻ തമ്പുരാനെ വകവരുത്തിയത്. ഇനിയിപ്പം ഇവളുടെ വേളി കഴിഞ്ഞാൽ കെട്ടുന്നവൻ രാജ്യഭരണം ഏറ്റെടുക്കും. അതോടെ എന്റെ അടപ്പൂരും. എടാ, കല്യാണം കഴിക്കാത്ത എനിക്ക് എവിടെയും കൈയിട്ട് വരാം, സുഖലോലുപനായി വാഴാം. അവളെ ആരെങ്കിലും കയ്യും കലാശവും കാണിച്ച് നിൽക്കട്ടെ, പക്ഷെ അവളുടെ മേലെ നിന്റെ ഒരു കണ്ണു വേണം. അത് ഞാൻ ഏറ്റമ്പ്ര. ചാത്തൻ ചവിട്ടി കൊല്ലാവനെ.
ആരും എടുത്തു പറയരുത്. വന്നാ ഗതിയിലായിരിക്കും. എവിടെയും കൂടി കുഴിച്ചോളാ പന്നിയെ. പാവം ആ ചാത്തനെ തമ്പുരാൻ ചവിട്ടി കൊന്ന്. ഇനിയിപ്പോ ആ ചിരുതപ്പണിന് ആരുണ്ട് തുണ? ആ മലന്റെ മുകളിൽ അവൾ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഏതായാലും ചാത്തന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ തമ്പ്രാന്റെ കാര്യസ്ഥലോട് എന്തോ പ്രശ്നമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. കുമാരേട്ടാ, ഈ തേങ്ങക്ക് ചായപ്പൊടിയും പഞ്ചാരയും താ. ചിരുതപ്പെണ്ണേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചാത്തുനായരെ ഒരു മുന വെച്ച ചോദ്യം? ചാത്തൻ മരിച്ചു എന്ന് കരുതി പുറകെ വന്നാല് അരിഞ്ഞു കളയും ഞാൻ. പെണ്ണുങ്ങളെ കാണുമ്പോ ഇവന്മാർക്ക് ഇളക്കം കുറച്ച് കൂടുതലാ. കുമാരേട്ടാ, ഞാൻ സാധനങ്ങൾ പിന്നെ വാങ്ങിക്കോളാം. ചിരുതപ്പെണ്ണേ, തമ്പ്രാൻ പറയുന്ന പോലെ നീ കേൾക്ക്. തമ്പ്രാൻ എന്നെ പല വട്ടം ഇല്ലത്തേക്ക് വിളിക്കുന്നുണ്ട്. അയാൾക്ക് കുറച്ച് ഇളക്കം കൂടുതലാ. ഞാൻ എന്താ ചങ്ങരേട്ടാ ചെയ്യേണ്ടത്? നമുക്ക് അയാൾക്ക് ഒരു പണി കൊടുക്കണം. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിലിട്ട് ആയിക്കോട്ടെ, അയാളെ നാറ്റിക്കണം. ആയിക്കോട്ടെ. നീ ഞാൻ പറയുമ്പോ കേട്ടാ മതി. ആ എല്ലാം ഞാൻ പറഞ്ഞു തരും. അതുപോലെ നീ ഇഞ്ചിഞ്ചായി ചെയ്ത് അയാളെ അങ്ങനെ വക വരുത്തണം. കേട്ടോ? എന്താ ചിരുതപ്പെണ്ണെ? വൈക്കും നമ്പ്ര, കഞ്ഞിക്ക് നായി നെല്ല് വേണം. പെങ്ങള് കുട്ടി അമ്പലത്തിൽ പോയതാ. ചിരുതപ്പെണ്ണ് കളപ്പുറയിലേക്ക് നടന്നു. വാ, വേഗം വാ, വാ അങ്ങോട്ട്. പേടിക്കണ്ട, ആരെങ്കിലും കാണാം. ഇല്ല, വേണ്ട, വാ, വേണ്ട. കേറി വാ. ആരെങ്കിലും കാണും. അടിയങ്ങള് പാവങ്ങളെയല്ലേ തമ്പുരാൻ ഇഷ്ടം. നീ വാ, 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 വാ. നീ ബഹളം ഉണ്ടാക്കാതിരിക്കേ. ഇനി മുതലേ ആ, അടിയങ്ങളെ മാടത്തിലേക്ക് വന്നാ മതി. വരൂലേ? ഞാൻ വന്നോളാം. ഞാൻ വന്നോളാം. എനിക്ക് തമ്പ്രാനെ വലിയ ഇഷ്ടാ. വരൂലേ? എനിക്ക് ഇഷ്ടാ. വരാം, ഞാൻ വന്നോളാം. ഞാൻ എല്ലാ രാത്രിയും നിന്റെ അടുത്തേക്ക് വന്നോളാം. ഇനി നീ വേഗം പോവാൻ നോക്ക്. ആരുമില്ല. വേണ്ട, വേണ്ട. ആരുമില്ല. ഞാൻ പോയിക്കോ, പോയിക്കോ, പോയിക്കോ. ചങ്ങനോ? നീ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, സുശീലയെ പെണ്ണ് കാണാൻ അമ്മാവന്റെ അടുത്ത് ആരോ ചെന്നിട്ടുണ്ട്. അവരിപ്പൊ ഇങ്ങോട്ട് വരും. നീ വിവരമില്ലാതെ വല്ലതൊക്കെ വിളിച്ചു പറയും. പോയിക്കോ, പോയിക്കോ, പോയിക്കോ. പോയിക്കോളായിരുന്നു. ഓരോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളൂ. മനുഷ്യനെ കൊണ്ടൊരു ശുഭകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. രാവുണ്ണി, സുശീലയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. പേരുദോഷം കേൾപ്പിക്കാൻ എളുപ്പം കഴിയും. ആ കള്ളൻ ചങ്ങരന് നമ്മുടെ സുശീലയെ വേളി കഴിക്കണം പോലും. അവനെ ഞാൻ ചവിട്ടി കൊല്ലും. നീ അരുതാത്തതിനൊന്നും പോകല്ലേ. അമ്മാവന്റെ ധൈര്യത്തിൽ അവൻ കിടന്ന് തുള്ളുന്നത്. അവനെ എന്റെ കൈ കിട്ടും. ഇന്നത്തെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള കാലമാണ്. പഴയ കാലത്തെ തമ്പ്രാങ്കളി ഒന്നും നടക്കൂല. നീ വാ. കുമാരേട്ടാ, നിങ്ങൾ അറിഞ്ഞില്ലേ? കള്ളഞ്ചങ്കരനെ നാളെ പെണ്ണ് കാണാൻ പോവാ. ഏത് പെണ്ണിനെ? നമ്മുടെ തമ്പ്രാന്റെ പെങ്ങള്.
നാളെ എല്ലാവരും കുളിച്ചൊരുങ്ങി പെണ്ണ് കാണാൻ പോരാ. ചങ്ങറിന്റെ പെണ്ണ് കാണാൻ പോവാ. കള്ളൻ ചങ്കരന് പെണ്ണ് ചോദിച്ചു ചെന്നാൽ നമ്മൾ അടി കൊണ്ട് ഓടേണ്ടി വരുവാവോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കള്ളന്മാരോടും തരിയെടുക്കാരോടുമാണ് ഇഷ്ടം. സുന്ദരിയായ പെണ്ണിനല്ലേ കിട്ടുന്നേ, നല്ലൊരു സ്വത്ത് മുതലുള്ള വീട്ടിലെ പെണ്ണല്ലേ കിട്ടുന്നേ. എന്തിനാ പേടിക്കുന്നേ? എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ഞാനിപ്പോ വരാം. എന്തൊക്കെയാണോ നടക്കുക? എന്താടാ എല്ലാരും കൂടി? തമ്പുരാന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്നതാ ഇവൻ. എടാ നീ എന്ത് വിചാരിച്ചു? എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നോ? എടാ തോന്നിയാസം കാണിക്കുന്നോ? ഞാൻ തമ്പ്രാനത്ര തോന്നിയാസൊന്നും കാണിച്ചിട്ടില്ല. ചില്ലറ കളവുകളൊക്കെ നടത്തുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ ഏർപ്പാടൊന്നും കഴിഞ്ഞോട്ടെ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനേ ഇവരൊക്കെ വിളിച്ചിട്ട് വന്നതാ. തൽക്കാലം തമ്പ്രാനൊന്നും പറയണ്ട. തമ്പ്രാൻ നാറും. ആരാ വരൻ? ഇയാളാ. ഇയാൾക്ക് എന്താ ഒരു പരിങ്ങിക്കളി? അത് ജന്മനാ ഉള്ളതാ. ഇയാൾക്ക് എന്താ ഏർപ്പാട്? ഒരുപാട് വസ്തുക്കളുള്ള ആളാ. അവൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. ഇതിന്റെ വ്യക്തമായ തീരുമാനം അടുത്ത ആഴ്ച പറയാം. ശരി, മതി, ഞങ്ങൾക്ക് അത് കേട്ടാ മതി. തമ്പ്രാന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. തമ്പ്രാനെ പേടിച്ചാരും പുറകോട്ട് നിൽക്കരുത്. ധർമ്മങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ രക്തസാക്ഷിത്വം ഭരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. തമ്പ്രാനെ, തമ്പ്രാൻ പുറത്തേക്ക് ഇറങ്ങി വരീൻ. തമ്പ്രാനെ പുറത്തേക്ക് ഇറങ്ങി വരീൻ. നിങ്ങൾക്ക് പറയാനുണ്ട്, പുറത്തേക്ക് ഇറങ്ങി വാ. ഒരു പെണ്ണൊരുത്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ തമ്പുരാൻ എന്താ കാര്യം? തമ്പുരാൻ ഇങ്ങനെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ വരുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരു ചുറ്റിക്കളി വേണ്ട. നോക്ക്, ഞാൻ ഈ നാട്ടിലെ തമ്പുരാനാ. എന്ത് തോന്നിയാസവും ഞാൻ ഈ നാട്ടിൽ ചെയ്യും. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറയടാ, കൊന്നുകളയും ഞാൻ. എന്നാ കൊല്ല്. ആ കൊല്ലും. നാട് ഭരിക്കുന്ന തമ്പ്രാനായാലും ശരി, മന്ത്രിയായാലും ശരി, ജനങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. കാണിച്ചു തരാടാ നിന്നെയൊക്കെ. മാറിക്കണം, മാറ്. തമ്പ്രാനാണോ പോകുന്നത്? തമ്പ്രാൻ സുശീലേ, സുശീലേ, സുശീലേ. എന്റെ തമ്പ്രാനെ പാമ്പ് കടിച്ച് ഇന്നലെ രാത്രിയിലേ ചിരപ്പെണ്ണിന്റെ വീട്ടിൽ പോയി വരുമ്പോഴാ തമ്പ്രാനെ പാമ്പ് കടിച്ചേ. എന്റെ തമ്പ്രാനാ പോയി, എന്റെ തമ്പ്രാന് പാമ്പ് കടിച്ച്. ഇന്നലെ രാത്രിയിലാ പാമ്പ് കടിച്ചേ. മൂർഖം പാമ്പാന്നാ വിശ്വവൈദ്യം പറഞ്ഞത്. പാമ്പ് കടിച്ച്. അയ്യോ എന്റെ തമ്പ്രാനെ, എന്റെ തമ്പ്രാനെ. എന്റെ തമ്പ്രാൻ പോയി. അങ്ങനെ നാടുവാണി തമ്പുരാനും വാങ്ങിച്ചു. ഇനി നാട്ടിൽ സമാധാനായിട്ട് ജീവിക്കാം. മാന്യമഹാജനങ്ങളെ, ഇക്കാലമത്രയും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിശന്നു വരഞ്ഞു മൺമറഞ്ഞു പോയവർ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കാത്തവരായിരുന്നു. മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ച കർഷകനായ ചാത്തന്റെ മരണം നമ്മളെല്ലാം വേദനിപ്പിച്ചു. കൊല്ലും കൊലയും ഈ നാട്ടിൽ വ്യാപകമായി വളർന്നിരിക്കുന്നു. അമിത സുഖങ്ങൾക്കും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് മനുഷ്യനെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഏതു സുഖത്തിനും അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കുന്നതിനേക്കാൾ വലുത് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. നമ്മുടെ നാട് ഭരിക്കാൻ ഉന്നത കുലത്തിൽപ്പെട്ടവനോ സുന്ദരനോ സുശീലനോ ആകണമെന്നില്ല. ഇനി നമ്മുടെ നാട് ആര് ഭരിക്കും? നാടറിഞ്ഞ, നാട്ടുകാരറിഞ്ഞ, മനുഷ്യ സ്നേഹിയായ ഈ ശങ്കരൻ നാട് ഭരിക്കട്ടെ. ഞാനോ?
ആരു ഭരിക്കും ആരു ഭരിക്കും നമ്മുടെ നാട് ആരു ഭരിക്കും 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 നാടു ഭരിക്കും നാടു ഭരിക്കും നമ്മുടെ ചങ്ങരം നാടു ഭരിക്കും നാട് ഭരിക്കും നാട് ഭരിക്കും നമ്മുടെ ചങ്കരൻ നാട് ഭരിക്കും